ഇയാൾ പറയുന്നത്? ഇയാൾ പറയാണ് അങ്ങ് ഏത് പത്രത്തിലാണ് വന്ന് ആയിരക്കണക്കിന് മുടിയുണ്ട് പിന്നെ നിഷേധിക്കുന്നത്? ഞാൻ ചോദിക്കുന്നു, കുരിയാട് നദി ആ വാർത്ത ഏത് പേപ്പറിലാണുള്ളത്? ആയിരക്കണക്കിന് മുടികളുള്ള ഒരാൾ കേരളത്തിലെ ഒരാൾക്കൊരു മുടി കൊടുത്തു എന്ന വാർത്ത ഏത് പത്രത്തിലാ വന്നത്? എതിരാളികൾ പടച്ചുവിട്ട ഏതെങ്കിലും വാചകങ്ങൾ, ഏതെങ്കിലും നെറ്റുകൾ, ഏതെങ്കിലും ലഘുലേഖകൾ, ഏതെങ്കിലും പത്രത്തിൽ ആരെങ്കിലും കൊടുത്തതാണോ നിങ്ങൾ ഉദ്ധരിച്ചത്? ചോദിക്കട്ടെ, ആ ഷെയ്ഖ് അഹമ്മദ് ഖസറജി ആയിരക്കണക്കിന് മുടിയുണ്ട് എന്റെ കയ്യിൽ, ഒന്ന് ഞാൻ ഒരാൾക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞ വാർത്തയുണ്ടോ? നിങ്ങൾ എന്തിനിങ്ങനെ കള്ളം പറയുന്നത്? ആയിരക്കണക്കിന് മുടികൾ അവിടെ ഉണ്ട്, നമുക്ക് നോക്കേണ്ടത് ആദ്യം ഒഴിഞ്ഞു നോക്കി, പിന്നെ ഉണ്ട് സ്ഥിരപ്പെടുന്ന ഉറപ്പാ. അപ്പൊ ഏത് പത്രത്തിലാ വന്ന് നിഷേധിക്കാൻ നോക്ക? നമ്മൾ പറയട്ടെ, സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും ഞാനും പല തവണ അബൂദാബിയിൽ വെച്ച് കണ്ടുമുട്ടാറുണ്ട്. നമുക്ക് പോകാൻ വളരെ സൗകര്യമാണ്. സാക്ഷാൽ നിങ്ങൾക്ക് കൈമാറിയ അറബ് സഹോദരൻ ജീവനോടെ നിലനിൽക്കുന്നുണ്ട്. ആ മുടിയുടെ ശേഖരവും നിലനിൽക്കുന്നുണ്ട്. അത് പരിശോധിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് മുടികളുടെ കെട്ടുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് ടിക്കറ്റ് സൗജന്യമായി നൽകാം, വിസ സൗജന്യമായി നൽകാം, അബൂദാബിയെ കൂടെ വരാൻ തയ്യാറുണ്ടോ എന്ന് വിനയപൂർവ്വം ചോദിക്കുകയാണ്. പ്രതികരിക്കണം, ഒഴിഞ്ഞു പറ്റില്ല. ഇനി പേരോട് തമ്മിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് കാന്തപുരത്തിന്റെ മകൻ എ പി അബ്ദുൽ ഹക്കീം അസ്ഹരി ഈ വിഷയത്തിൽ ഒരു പുസ്തക അയാളുടെ 2 കെട്ടുകൂടി ഞാനവിടെ കണ്ടുകള്. ഞാൻ ആ വാദങ്ങളായി പിടിച്ചാലോ അങ്ങോട്ട് പോകണമെന്നില്ല. പേജ് നമ്പർ 42 സാക്ഷാൽ കാന്തപുരത്തിന്റെ മകൻ അബ്ദുൽ ഹക്കീം അസ്ഹരിയെ ഹൈദറജി കാണിച്ചു കൊടുത്തതാ പറയുന്നു. ഒരിക്കൽ അദ്ദേഹം ഹസ്രജി തങ്ങളുടെ പക്കലുള്ള ആസാരുടെ ശേഖരം കാണിച്ചു തന്നു. അമൂല്യവും മഹത്തരവുമായ തിരുശേഷിപ്പുകളുടെ ഒരു വലിയ നിധി തന്നെ കാണാൻ സാധിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഅറേ മുബാറക്കിന്റെ 2 കെട്ടുകൾ തന്നെ ഉണ്ടവിടെ. 2 കെട്ടുകളുണ്ടെന്ന് പറയുന്നത് ഞങ്ങളല്ല, പച്ചയായി എഴുതി വെച്ച നിങ്ങൾ ഓമനിക്കുന്ന സാക്ഷാൽ കാന്തപുരത്തിന്റെ പൊന്നാമന മകനാണ്. ടിക്കറ്റ് എടുക്കാൻ മടിയുണ്ടെങ്കിൽ, യാത്ര കൂടെ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേർക്കുനേരെ കാന്തപുരത്തിന്റെ മകനോട് ചോദിക്കാം. സംഭവമുണ്ട്, നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. സമാപിക്കാം. സഹോദരന്മാരെ, ഈ വിഷയത്തിൽ അപ്പൊ അവർക്ക് കൃത്യമായി ഈ വിഷയത്തിന് സ്ഥിരീകരണം നൽകാൻ സാധിക്കേണ്ട വിഷയം ഈ സനതല്ലാണ്, ഈ പരമ്പരയിൽ ഇത്ര മുടികൾ എങ്ങനെ വന്നു എന്ന ഗൗരവതരമായ ചോദ്യമാണ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ല. നമുക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ ഞാൻ വെട്ടിച്ചുരുക്കുകയാണ്. ഞാൻ വിനയപൂർവ്വം ചോദിക്കുകയാണ്. ഇവർ ഉന്നയിക്കുന്ന ചില സംശയങ്ങളുണ്ട്. ഇവർ പറയുന്നത് എന്താണെങ്കിലും അവസാനത്തിന് മറുപടിയാ, ആയിരക്കണക്കിന് മുടികളായി എന്താണ് ആ മുടി വളർന്നാൽ? സംഗതി ഒരു മുടി തന്നെ നബി തങ്ങൾ സ്വഹാബിക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ആ മുടി ആയിരക്കണക്കിനായി വളർന്നുകൂടെ? ആ മുടി സ്വയം നീണ്ടുകൂടെ? ഇതാണ് ചോദ്യം. അങ്ങനെ ജവാഹിറുൽ ബിഹാർ എന്ന കിതാബ് ഉണ്ടല്ലോ എന്നാണ് മറുപടി. ജവാഹിറുൽ ബിഹാർ മിഞ്ഞാന്ന് പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ പോയിട്ട് ഞാൻ ആ കിതാബ് എടുത്തിട്ട് ഞാൻ വായിച്ചതിന്റെ പുറത്ത് മഹാനായ ശൈഖുന കാളമ്പാടി ഉസ്താദിന്റെ മുമ്പിൽ കൊണ്ടുപോയി ഉസ്താദിനെ കൊണ്ട് ഞാൻ അർത്ഥമൊപ്പിച്ചു. ഞാനത് അർത്ഥം ഉറപ്പിച്ചു. എന്താണ് കിതാബിൽ പറയുന്നത്? നിങ്ങൾ കേട്ടോ, തെളിവ് എന്താണ് പറയുന്നത്? ജവാഹിറുൽ ബിഹാറിൽ പറയുന്നത് യൂസുഫ് നബ്ഹാനിന്റെ പുസ്തക. യൂസുഫ് നബ്ഹാനി എന്ന് പറയുന്നത് പൂർവ്വകാലത്തിൽ ഇമാമല്ല, നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരുന്ന അഭിമന്യനായ ശൈഖുന KP മാണി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു, അദ്ദേഹത്തിന്റെ ഉസ്താദാണ് അരിപ്ര മൊയ്തീനാജി. അരിപ്ര മൊയ്തീനാജിയുടെ ഉസ്താദാണ് മക്കയിലുള്ള യൂസുഫ് നബ്ഹാനി. ഈ യൂസുഫ് നബ്ഹാനിയുടെ കിതാബാണ് ജവാഹിറുൽ ബിഹാർ. ആ കിതാബിൽ അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ ഷെയ്ഖ് അബ്ദുൽ ഗനി നാബുൽസി മദീനയിലുണ്ടായിരുന്ന കാലത്ത് ഇന്ത്യക്കാരൻ ഒരു പണ്ഡിതനെ കണ്ടു. ആ പണ്ഡിതൻ ഇങ്ങനെ സംസാരിക്കാൻ എന്റെ വാപ്പ നല്ലൊരു ആലിമായിരുന്നു പറഞ്ഞു. എന്റെ വാപ്പാനോട് ഒരു സ്വാലിഹായ മനുഷ്യൻ പറഞ്ഞു, നബി തങ്ങളുടെ മുടി അവരെടുക്കൽ സൂക്ഷിക്കുന്നുണ്ട്, ആ മുടി ഇങ്ങനെ ചിലപ്പോൾ സ്വയം ഇളകാറുണ്ട്, അദ്ദേഹം നേരിൽ കണ്ടിട്ടുണ്ട്, അത് പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് അദ്ദേഹം തുടരുകയാണ്, ഓ അഹ്ബറനി അയ്ലൻ, എന്നോട് വേറെ ഒരാൾ പറഞ്ഞു. എന്താ എന്നോട് പറഞ്ഞത്? അന്നത്തിൽ ഇവനെ മുടി ഇളകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറയുകയാണ്, അന്നഹു അഹ്ബറഹു, ഈ പണ്ഡിതനോട് പറഞ്ഞിട്ടുണ്ട് മുടി സൂക്ഷിക്കുന്ന ഒരാൾ, അയാളെ പേര് പറഞ്ഞിട്ടില്ല,
അത് സ്വഹാബിയ എന്ന് പറഞ്ഞിട്ടില്ല, അത് താബിയ എന്ന് പറഞ്ഞിട്ടില്ല, അത് താബിയ എന്ന് പറഞ്ഞിട്ടില്ല, അദ്ദേഹം ഇമാമാന്ന് പറഞ്ഞിട്ടില്ല, ഫിഖഹിന്റെ പണ്ഡിതനാന്ന് പറഞ്ഞിട്ടില്ല, ലോകത്ത് ഇന്ന മഹാനാന്ന് പറഞ്ഞിട്ടില്ല, സ്വാലിഹാണോ ഫാസിഖാണോ അത് പറഞ്ഞിട്ടില്ല. മുടി സൂക്ഷിക്കുന്ന മുടി സൂക്ഷിക്കുന്നവരെ കാന്തപുരത്തെ കുറിച്ച് ഇപ്പൊ പറയാം. എന്നോടാണ് പറഞ്ഞു മന്നിന്തഹു ബാദുഷാറാത്ത്, മുടി സൂക്ഷിക്കുന്ന ഒരാൾ. ഇങ്ങനത്തെ പ്രശ്നക്കാരാവുള്ള മിക്കവാറും ആളെ പേര് പറയാതിരിക്കുക, കാരണം ഇവർക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട്. അപ്പൊ റജുലും മജ്ഹൂൽ ഉസൂൽ ഹദീസിൽ പറയാ, പേര് പറയപ്പെട്ട അറിയപ്പെടാത്ത ആൾ, അങ്ങനത്തെ ചരിത്രത്തിന് തെളിവല്ല, രേഖയല്ല. അപ്പൊ മുടി കൈവശമുണ്ടെന്ന് പറയുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, അല്ലാ തത്തൂരു നിശ്ചയമം നീളും, ആ ഒരു മുടിയിൽ നിന്ന് അതിന് ചില്ലകൾ ശാഖകൾ ഇങ്ങനെ പിന്നെ കണച്ചങ്ങൾ ഉണ്ടായിത്തീരും. വക്കുല്ലു ദാലിക ലൈസ ബിഅജീബ്, അതൊന്നും അത്ഭുതമല്ല, അങ്ങനെ ഉണ്ടാകാമെന്ന് യൂസുഫ് ബുഖാരി പറയുന്നു. ഉണ്ടായി എന്ന് പറയുന്നില്ല, ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഗൗരവമുള്ള വിഷയ, ഇതിന് തെളിവല്ല. ഒരു മുടിയിൽ നിന്ന് ശാഖകൾ ഉണ്ടാകാൻ കാന്തപുരത്തിന്റെ കൈവശമുള്ള ഈ കൊടുത്ത അറബിയുടെ മുടിക്ക് ശാഖകൾ നിന്നായി മുളച്ചക്കല്ല, ഇതൊന്നായിട്ട് നീണ്ടൊരു കെട്ടുമുടി തന്നെ, 2 കെട്ടുമുടി തന്നെ. ഇത് കണിച്ചങ്ങൾ ഉണ്ടായിക്കല്ല. മറ്റൊരു മുടി നീളാം എന്ന് പറയുന്നു. ഇത് രണ്ടും ശരിയാ, സാധ്യതയാണ്. പക്ഷേ അദ്ദേഹം അത് കണ്ടു എന്ന് പറഞ്ഞിട്ടില്ല, ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ സംഭവിക്കുമെങ്കിൽ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയല്ലേ സംഭവിക്കാൻ നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷെ സംഭവിച്ചു എന്ന് പറയുന്നില്ല. ലോക ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചു എങ്കിൽ ആദ്യമത്തെ സംഭവം ഈ കാന്തപുരത്തിന് മുടി കൊടുത്ത അറബിയുടെ കൈവശമുള്ള മുടിയാണ് സംഭവിച്ചിട്ടുള്ളത്. അത് ഒരു മുടിയല്ല, ഒരു മുടി ആയിരക്കണക്കിന് മുടികളായി വളർന്ന് ആയിരക്കണക്കിന് അതിന് ഒരുപാട് പേര് എന്താ പറയുക, ഇന്ന് ലോകത്ത് പ്രവാചകരുടെ മോചിതത്തായിരുന്ന ഏറ്റവും വലിയ മഹാസംഭവമായിരിക്കും. നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ഈ മുടികളെ വളർന്നതാണ്? നിങ്ങൾ പറയട്ടെ. ഇത്ര എണ്ണം പെരുകിയതാണ്, നിങ്ങൾ പറയട്ടെ അങ്ങനെ സംഭവിച്ചു. ഞങ്ങൾ അടുത്ത ചോദ്യം ചോദിക്കും, ഇത് അഹമ്മദിന്റെ കയ്യിൽ വെച്ചാണോ? അല്ല നിങ്ങൾ പറയും. അപ്പൊ ഏത് പരമ്പര വെച്ച് ആട് കൈവശം വളർന്നു? ഇന്ന പരമ്പരയിൽപ്പെട്ട ആളെന്ന് വളർന്നു. അത് ഏത് തരീഖിന്റെ കിതാബിനെ പറയേണ്ടി വരുന്നത്? പറയാത്ത കാലത്തോളം ജവാഹറുൽ ബിഹാറിന്റെ ഉത്തരവ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് ആ വിഷയത്തിൽ ഞാൻ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പിന്നെ ഒറ്റ കാര്യം പറയാനുള്ളത്, ആ കാന്തപുരം നിഷേധിക്കുകയാണ്. ഒന്നും നിഷേധിക്കാൻ മടിയില്ലാത്ത കാന്തപുരം. ഞാൻ ടെലിഫോൺ ചെയ്തിട്ട് തിരിച്ചെന്നെ കോഴിക്കോട്ടേക്ക്, അദ്ദേഹം കോഴിക്കോട് ഓഫീസിലേക്ക് തിരിച്ചു ഫോൺ ചെയ്തു. ഞാനത് തിരിച്ചു വിളിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത്. ഞാൻ പറയുന്നു, രേഖകൾ സാക്ഷ്യ BSNL സംവിധാനമുണ്ട് തിരിച്ചു കണ്ടുപിടിക്കാൻ സാക്ഷിയുണ്ട്. ഇദ്ദേഹം തയ്യാറെങ്കിലും കണ്ടുപിടിക്കാന്നുള്ളത്. ഇവരെ പറയുന്നത് കണ്ടുപിടിക്കാൻ ഞങ്ങൾ റെഡിയാണ്. നമ്മൾ അന്വേഷിച്ചു. സൈബർ സെല്ലിൽ ബന്ധപ്പെട്ട് കാന്തപുരം പരാതി പറയണം, ഞാൻ അങ്ങനെ വിളിച്ചിട്ടില്ല, ഇതിനെപ്പറ്റി ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഞാൻ പറയും വിളിച്ചിട്ടുള്ള ആരോപണം ഞാനും കൊടുക്കാൻ തയ്യാറാ. കാന്തപുരം തയ്യാറുണ്ടെങ്കിൽ ഞാനും പരാതി കൊടുക്കാൻ തയ്യാറാണ്. കൃത്യമായി പരാതിയുടെ വെളിച്ചത്തിൽ സൈബർ സെല്ല് കാന്തപുരത്തിന്റെ നമ്പറിന് വിളിച്ചു എന്ന് തെളിയുകയാണെങ്കിൽ കാന്തപുരം ഈ പ്രസ്താവന പിൻവലിക്കുമോ? ഇല്ലെങ്കിൽ പരസ്യമായി നാട്ടു ചോദിച്ചുകൊണ്ടാണ് ഇത് പിൻവലിക്കാൻ തയ്യാറാ. കാന്തപുരം അവരാണ് പ്രതികരിക്കേണ്ടത്. ഞാൻ ശൈഖുന കാന്തപുരം അങ്ങനെ സംഭവം പറയാൻ കഴിയില്ല. പിന്നെ നമ്മുടെ പേരിൽ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം, ഗൗരവകരമായ ഒരു പ്രശ്നം ഇവർ പറയുന്നത്, എന്താണ് നിങ്ങൾ ഇവിടെ സമ്പാദിത്തമില്ലാത്തതെന്നാണ്. കാന്തപുരത്തിന്റെ ഈ മറുപടി പറഞ്ഞുകൊണ്ട് പേരോട് പറയാണ്, നിങ്ങൾ കാന്തപുരക്ക് വന്നോളി, കാറിന്റെ പൈസ ഞങ്ങൾ കൊടുക്കാം, ചെലവ് ഞങ്ങൾ എടുക്കാം, നിങ്ങൾ നേരിട്ട് വന്നോ, ചർച്ച നടത്തിക്കോ, കാന്തപുരം റെഡിയാണ്, ഞങ്ങൾ റെഡിയാണ്, കാന്തപുരത്തേക്ക് പോകുന്നില്ല, എന്റെ അടുത്തേക്ക് വന്നാലും മതി, സനത് ബോധ്യപ്പെടുത്തരാമെന്ന്. ഞങ്ങൾ വരുമായിരുന്നു നിങ്ങളെ വിശ്വാസം ഉണ്ടെങ്കിൽ. പക്ഷെ ഉള്ള തുറന്ന വിശ്വാസങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഞങ്ങളൊരു സുഹൃത്ത് ആബിദ് ഉദവിനെ ട്രയലായിട്ട് അയച്ചു. ഉദവി ആ സനത് ചോദിച്ചു വരും. ഉദവി പോയി ചോദിച്ചിട്ട് അതിനെല്ലാം റെഡിയാക്കി കാന്തപുരത്തിന്റെ അപ്പോയിന്റ്മെന്റ് വാങ്ങി പോയിട്ട് ചോദിച്ചപ്പോ കാന്തപുരം കടലാ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് സനത്തിൽ പേരില്ലാത്തൊരു സനത്തിൽ വായിച്ചു കൊടുത്തു. കുറച്ച് വാചകങ്ങൾ വായിച്ചു കൊടുത്ത് പറഞ്ഞു, ഇത് പോരെ വെച്ചു. അതിന് ഫുള്ള് സനതില്ലല്ലോ. ആ ഫുള്ള് സനത് എന്റെ കൈവശമുണ്ട് പറഞ്ഞു. അത് ആവശ്യമാണെങ്കിൽ തരുന്നു. പിന്നെ രണ്ടാമത്തെ മുടിഞ്ഞ സനത് പറയേണ്ട ആവശ്യമില്ല, അത് പരസ്യമായി പരമ്പരകൾ വായിച്ചു കഴിഞ്ഞില്ലേ ചില ലക്ഷങ്ങൾക്ക് മുമ്പിൽ ഈ പറഞ്ഞ പോലെ അതും പറഞ്ഞു. ഇയാൾ നീരസത്തോടുകൂടി തിരിച്ചു പോകാൻ കച്ചവടക്കാൻ പറ്റില്ല അവരുടെ ഉള്ളിൽ പോയിട്ട്. ആ സെക്കൻഡിൽ തന്നെ ആ സ്പോട്ടിൽ ലോക നെറ്റില് മൊത്തം വേൾഡിൽ ആകമാനം ഇതാ EK വിഭാഗം നേതാവ് ആബിദ് ഉദവി ഇന്ന് സനത് മുടിയുടെ സനത് അംഗീകരിച്ചുകൊണ്ട് സന്തോഷത്തോട് തിരിച്ചു പോകുന്നു. ഇയാളെ മൊബൈൽ ക്യാമറയിൽ അപ്പുറത്ത് നിന്നിട്ട് കൃത്യമായി വീഡിയോ ക്യാമറയിൽ പകർത്തിയിട്ട് അപ്പൊ തന്നെ ലൈവായിട്ട് നെറ്റിൽ കയറ്റി വിട്ടു. ഇന്നും നെറ്റിൽ കാണാം. ഇങ്ങനത്തെ കള്ളപ്രചരണം നടത്തിയ ആൾക്കാരാണ് നിങ്ങൾ.
കേവലം ഒരു ഹുദവി കുട്ടി പോയിട്ട് ആ ഹുദവിയെ കുറിച്ച് ഇങ്ങനെ കള്ളപ്രചരണം നടത്തിയെങ്കിൽ ഞങ്ങൾ ആദരണീയരായ സംഘടനാ പ്രവർത്തകന്മാരെ നേതാക്കന്മാരെ അയച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം. ഒരു മാൾക്കുള്ള ഒരു മോമിനെ 2 തവണ സർപ്പ കടിക്കൂല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു പറഞ്ഞ വാക്കുകൾ മാനിച്ചുകൊണ്ട് പറയുന്നു. ഞങ്ങൾ കാലം തൊട്ട് അങ്ങോട്ട് പറഞ്ഞില്ല. സെനത് എടുത്താൽ പൊന്തിക്കാൻ കഴിയാത്ത സാധനമല്ലോ, എഴുതി വെച്ച പേരല്ലേ. നിങ്ങൾ സമസ്തന്റെ ഓഫീസ് ഫ്രാൻസ് റോഡ് ഇങ്ങോട്ടും വരണ്ട. കോഴിക്കോട് നഗരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വീടിൽ വെച്ച്, ഏതെങ്കിലും ലോഡിൽ വെച്ച്, ഏതെങ്കിലും മധ്യസ്ഥന് മുമ്പിൽ വെച്ച് ചുരുങ്ങിയ ആളുകൾ മുഖേനയോ പരസ്യമായോ രഹസ്യമായോ ഏത് വിധത്തിലെ സംവാദം നടത്താനും ഞങ്ങൾ റെഡിയാണ്, നിങ്ങൾ ഇറങ്ങി വരാൻ തയ്യാറുണ്ടോ എന്ന് വിധം ചോദിക്കുക. ആൾക്കാർ മുമ്പിൽ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചു വരുത്തണ്ട, നിങ്ങൾ ഇറങ്ങി വാ, ഞങ്ങൾ 7 നിമിഷവും തയ്യാറാണെന്ന് വിനയപൂർവ്വം അറിയിക്കുകയാണ്. ഈ വിഷയത്തിലെ തെറ്റിദ്ധാരണ പറഞ്ഞ രീതി അസംഗതമല്ല എന്ന് മാത്രം സാന്ദർഭികമായി ചൂണ്ടിക്കാണിക്കാം. പിന്നെ എന്തിനാണ് 40 കോടിന്റെ പള്ളി ഉണ്ടാക്കണമെന്ന ചോദ്യത്തിന് ഇദ്ദേഹം പറയുന്ന വിവിധ മറുപടികൾ നിങ്ങൾ കേട്ടു. പുതിയൊരു മറുപടി കൊണ്ട് തീർന്നിട്ടില്ല. തൃശൂർ ഇറങ്ങിയ ദേശാഭിമാനി പത്രമാണിത്. ഈ ദേശാഭിമാനി പത്രത്തിൽ 25 ഫെബ്രുവരി 2011 വെള്ളിയിൽ കാന്തപുരത്തിലെ സ്റ്റേറ്റ്മെന്റ് 2 രൂപക്കാരി സർക്കാർ തീരുമാനം സ്വാഗതാർഹമെന്ന് കാന്തപുരം മലപ്പുറത്ത് വന്ന് പി കെ കുഞ്ഞാലുട്ടി സാഹിബ് കാണുമെന്ന് ഞങ്ങളാണ് പറയും. തൃശ്ശൂർ അപ്പുറത്ത് പോയി പ്രസ്താവനയൊക്കെയാണ് LDFന്റെ 2 രൂപ കരി കൊടുക്കാനുള്ള പരിപാടി സ്വാഗതാർഹം. എന്നാൽ തിരിച്ചും മറിച്ചും കാപ്പട്ടം കളിക്കുന്ന കാന്തപുരം ഈ പ്രസ്താവനയിൽ പറയുന്നത് എന്താ? ഇത് പ്രസ്താവന നോക്കണം. തൃശൂർ സമൂഹത്തിൽ ദരിദ്ര വിഭാഗത്തിനൊപ്പം ഇടത്തരക്കാർക്ക് കൂടി 2 രൂപ കരി നൽകാനുള്ള സർക്കാർ തീരുമാനം സ്വാഗതാർഹമാണെന്ന് അഖിലേന്ത്യാ സുന്നി ജമീയത്ത് ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സന്ദേശത്തിൽ പറഞ്ഞു. സർക്കാർ നടപ്പാക്കുന്ന എല്ലാ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളും സ്വാഗതാർഹമാണ്. തൃശൂർ സംഘടിപ്പിച്ച ജില്ലാ ഉലമ മീലാദ് കോൺഫറൻസിൽ മദ്ഹുർ റസൂൽ പ്രഭാഷണത്തിലാണ് LDFന്റെ 2 രൂപ അരി സ്വാഗതാർഹം പ്രസ്താവിച്ചത്. അതല്ല നമ്മുടെ വിഷയം. ആ പ്രസ്താവനയിൽ അദ്ദേഹം തുടരുകയാണ്. എന്തിനാണ് ഈ 40 കോടിന്റെ പള്ളി ഉണ്ടാക്കുന്നത്?